വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക് 178 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽ ദാനം. ഇതാണ് കാർഡ്. എന്നിട്ട് മന്ത്രി രാജൻ എന്താ പറഞ്ഞത്? രാജൻ പറഞ്ഞു താക്കോൽ കൊടുത്തിട്ടേ ഇല്ല. ശരിയാണ്, താക്കോൽ കൊടുത്തിട്ടില്ല, പട്ടയം മാത്രമാണ് കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അന്ന് നടന്ന നാടകം എന്തായിരുന്നു? അത് വെറും പട്ടയദാനമായിരുന്നു. കെട്ടിടങ്ങളുടെ കൈമാറ്റമല്ല. ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ ഇലക്ഷൻ മുമ്പ് കാണിച്ച ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ അന്ന് നടന്നത്. നന്ദി വേണം എന്നുള്ളതാണ്. ഇതാണ് പൊതുവായിട്ടുള്ളൊരു സമീപനം. നന്ദി വേണം. ഈ നന്ദി ആരോടാണ് വേണ്ടത്? വയനാട് ദുരന്തബാധിതർക്ക് വീടുകൾ കൈമാറിയെന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നാടകം എന്തിനായിരുന്നു? ഇപ്പോൾ പറയുന്നു വീടുകൾ കൈമാറിയിട്ടില്ല, പട്ടയം മാത്രമാണ് കൈമാറിയതെന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നാടകം കളിച്ചതിന് സർക്കാർ ജനങ്ങളോട് മറുപടി പറയണം. പട്ടയ കൈമാറ്റം, പട്ടയം അവരുടെ വീടിന്റെ ഉടമസ്ഥതയാണ് കൈമാറിയിട്ടുള്ളത്. വീട് കൈമാറ്റം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതല്ല സർക്കാർ തെരഞ്ഞെടുപ്പിനു ശേഷം പറയുന്നത്. പട്ടയം മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും വീട് കൈമാറിയിട്ടില്ല എന്നുമാണ് ഇപ്പോഴത്തെ വാദം. വീടുകളിൽ വിള്ളൽ കണ്ടതോടെയാണ് കൈമാറ്റത്തിന്മേൽ കാലുമാറ്റം കാണുന്നത്. പട്ടയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന മന്ത്രി കെ രാജൻ ഇതുകൂടി കാണണം. ഫെബ്രുവരി 19 തീയതിയിലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ദുരന്തബാധിതർക്ക് 178 വീടുകൾ കൈമാറുമെന്ന് കൃത്യമായി കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും വീടുകൾ കൈമാറിയെന്ന വാചകമുണ്ട്. അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് വൈകിട്ട് 3:12 സർക്കാർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഇതിൽ പറയുന്നത് ഇങ്ങനെ: വയനാട് സർക്കാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 178 വീടുകൾ മുഖ്യമന്ത്രി കൈമാറി. ഒറ്റ തിരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ ഇങ്ങനെ മാറിമറിഞ്ഞെങ്കിൽ ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നാണ് ദുരന്തബാധിതരുടെ ചോദ്യം. എങ്ങനെയാ ഈ വീടിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ പറയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണല്ലോ ഈ വെള്ളം കിരിഞ്ഞിറങ്ങുന്നത്. ഇത് കിരിഞ്ഞിറങ്ങി പോയിട്ട് ഒരാഴ്ച കഴിയുന്നു, ഇവന്മാരും തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് പുള്ളിക്ക് തോന്നുന്നു, പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടിൽ വെള്ളം ക്രാക്കാണ്. അങ്ങനല്ലേ പറയാനറിയൂ. ക്രാക്കാണോ വെള്ളം കിനിഞ്ഞതാണോ അതിൻ്റെ സാങ്കേതികത എന്താ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലും എന്താ കുഴപ്പം? ഇതിനകത്തെ ഉത്തരവാദി ആരാണ്? ഇപ്പോൾ ഞാൻ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ അന്ന് ഈ ഇതുണ്ടാകുമ്പോൾ ഈ ടൗൺഷിപ്പ് കൈമാറുന്ന സമയത്ത് സർക്കാരിന് പ്രസ് റിലീസ് വായിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പുതുതാളം നൽകി വയനാട് മാതൃക ടൗൺഷിപ്പ് 1ാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണ പ്രഖ്യാപനം. ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായും തകർന്ന് 178 പേർക്കാണ് കൽപ്പറ്റ എസ് എൻ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയിലെ ആദ്യഘട്ട വീടുകൾ കൈമാറിയിട്ടില്ല. നുണയാണ് പറഞ്ഞത്. ഇനി അന്ന് തന്നെ ഇറങ്ങിയ ഒരു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള കാർഡ്, വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക് 178 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ താക്കോൽ ദാനം. ഇതാണ് കാർഡ്. എന്നിട്ട് മന്ത്രി രാജൻ എന്താ പറഞ്ഞത്? രാജൻ പറഞ്ഞു താക്കോൽ കൊടുത്തിട്ടേ ഇല്ല. ശരിയാണ്, താക്കോൽ കൊടുത്തിട്ടില്ല, പട്ടയം മാത്രമാണ് കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അന്ന് നടന്ന നാടകം എന്തായിരുന്നു? അത് വെറും പട്ടയദാനമായിരുന്നു. കെട്ടിടങ്ങളുടെ കൈമാറ്റമല്ല. ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ ഇലക്ഷൻ മുമ്പ് കാണിച്ച ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ അന്ന് നടന്നത്. വീട് കൈമാറിയിട്ടില്ല, പണിയൊന്നും ആയിട്ടില്ല. വാട്ടർ പ്രൂഫിംഗ് പോലും ചെക്ക് ചെയ്യാത്ത ഒരു വീട് എങ്ങനെ നിങ്ങൾ കൈമാറുക? അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥരെയും നാട്ടുകാരെയും കേരളത്തിലെ ജനങ്ങളെയും മുഴുവൻ ഞങ്ങൾ വീട് കൈമാറി കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം വേണേൽ വായിക്കാം. മഴക്കാലത്തിന് മുമ്പ് ബാക്കി കൂടെ തീരും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസം 20 തീയതിയാണ്. ഒരു മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ബാക്കി 400 ചില്ലുവാനും വീടിൻ്റെയും പണി പൂർത്തിയാക്കുമെന്നാണ് ഈ പറയുന്നത്. ഈ 178 വീടിൻ്റെ പോലും പണി തീരില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ പണിത ഒരു നുണ അവർക്ക് പാരയായപ്പോഴാണ് രാജനെ അബദ്ധം മുഴുവൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ വീട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വെള്ളം കിനിയുന്നത് എങ്ങനെയാണ്? അപ്പം ഞങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾ പണി നടത്തിയിട്ടില്ല, തീർത്തിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പം അന്ന് പറഞ്ഞതോ, മുഖ്യമന്ത്രി സ്റ്റേജ് കെട്ടി നടത്തിയ പരിപാടിയോ അതെന്തായിരുന്നു? പട്ടയ വിതരണമായിരുന്നു. പട്ടയ വിതരണമാണെങ്കിൽ പട്ടയ വിതരണം എന്ന് പറയണം, വീട് കൈമാറ്റമല്ല. അപ്പോൾ ഇലക്ഷന് മുമ്പ് നാട്ടുകാരെ പറ്റിക്കാൻ ഞങ്ങൾ ഈ പരിപാടി നടത്തി എന്ന് പറയുന്ന നുണ, ശുദ്ധമായ നുണ, ഒരു വലിയ തട്ടിപ്പ് നടത്തി അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീട് പണി തീരാത്ത വീട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളും കാണുന്നേ. ചിലപ്പോൾ എന്തെങ്കിലും പിടിപ്പിച്ച് ചിലപ്പോൾ ഇളകി വീണെന്ന് വരും. വീടിൻ്റെ പണിയല്ലേ. പക്ഷെ പൂർത്തിയായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത് ഇളകി വീഴും എന്ന് വീട്ടുടമസ്ഥനും നാട്ടുകാരും മാധ്യമങ്ങളും ചോദിച്ചാൽ ഒരു മറുപടിയില്ല. അപ്പോൾ അന്ന് ചെയ്ത നുണയ്ക്ക്, അന്ന് കാണിച്ച തട്ടിപ്പിന്, ഫ്രോഡിന്
ആ വാക്ക് തന്നെ പറഞ്ഞു, ഫ്രോഡ് പണിക്ക് ഇപ്പോൾ അതിനുള്ള എന്താ പറയുക, അതിൻ്റെ ശിക്ഷ സർക്കാർ സംവിധാനം പേറുകയാണ്. അത് രാജൻ്റെ തലയിലും വീണു. ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്ത ബാധിതർക്ക് പുനരധിവാസം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനമായി മലയാളി പൊതുസമൂഹം കാണുന്നു എന്നുള്ളതാണ്. അത് അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഒരു ദുരന്തം ഉണ്ടായി, നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേട്ട് ആളുകൾ കൈമയും മറന്ന് ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ സഹായിക്കാൻ ഇറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പൊതുസമൂഹം ഇങ്ങനെ ഒന്നിച്ചിറങ്ങി ചെയ്യേണ്ട പണിയല്ല, ഇത് ഭരണകൂടത്തിൻ്റെ പണിയാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സർക്കാരിനെ തന്നെ എടുത്തു വച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവരുള്ളത്. നിയമപരമായി ഭരണഘടനാപരമായി ഈ ദുരന്ത നിവാരണത്തിൻ്റെയും പുനരധിവാസത്തിൻ്റെയും ബാധ്യത സർക്കാരിൻ്റെതാണ്. ഇനി അങ്ങനെ സർക്കാരിനെ ആക്കുന്നത് എന്തിനാണ്? അതിന് സർക്കാരിനെ ആക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ ഈ ചാരിറ്റി പ്രവർത്തനം, ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചാരിറ്റി വഴിയാണ് ഉണ്ടായി കൊടുത്തത്. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഒരിക്കലും തൊട്ടടുത്തൊരു മുസ്ലിം ലീഗ് പ്രവർത്തനം കാണുമ്പോൾ അയാളുടെ രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ പോലും അയാളെ വിമർശിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അയാളുടെ ഔദാര്യത്തിലാണ് ഈ വീടുണ്ടായത്. അതിന് സർക്കാരാണെങ്കിലോ, ഇത് കിട്ടിയ നൗഫലിനും ഈ LDF സർക്കാരിന് വിമർശിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അത് മനുഷ്യൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്, ഒരു പൗരൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. തനിക്ക് വീട് നിർമ്മിച്ച് തരുന്ന സർക്കാരിനെ കൂടി വിമർശിക്കാനുള്ള അധികാരം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ഔദാര്യമല്ല എന്നുള്ളതുകൊണ്ടും ചാരിറ്റി അല്ല എന്നുള്ളതുകൊണ്ടാണ്. എങ്ങനെയാണ് നൗഫലിന് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഭരണഘടനാപരമായി നിയമപരമായി സർക്കാരിനാണ് ദുരന്ത പുനരധിവാസത്തിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെയാണ് ഈ ഗുണഭോക്താക്കളോടും മന്ത്രിയോടുമുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിൻ്റെ പ്രശ്നം. ദുരന്ത ഗുണഭോക്താവിനോട് എന്ത് സമീപനമാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കുറച്ച് നന്ദി ഉണ്ടായിക്കൂടെ? അത് മുമ്പ് എം എം മണി ചോദിച്ച പോലെ പെൻഷൻ കൊണ്ടുപോയി നക്കിയിട്ട് ഞങ്ങൾക്ക് എതിരെ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന പോലെ ഇതെന്തോ ഔദാര്യം. ഇത് ഔദാര്യമേ അല്ല, ഇടുന്ന വാഗ്ദാനമാണ് എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. ആദ്യ വാഗ്ദാനം 2025 നവംബറിനകം 410 വീടുകളിൽ 178 എണ്ണം കൈമാറുമെന്നുള്ളതായിരുന്നു. രണ്ടാം പ്രഖ്യാപനം 2026 ഏപ്രിൽ 30-നകം വീടും തൊഴിലും നൽകുമെന്നുള്ളതായിരുന്നു. അത് മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനമായിരുന്നു. മൂന്നാമത്തെ പ്രഖ്യാപനം വരുന്നത് മുസ്ലിം ലീഗ് വീടുകൾ ഉദ്ഘാടനം നിർവഹിക്കൽ വേഗം നടത്തുന്ന സമയത്ത് വേഗം ആദ്യഘട്ട ഉദ്ഘാടനം 178 വീടുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നുള്ളതായിരുന്നു. വീണ്ടും തീയതി മാറ്റുന്നു, ഉദ്ഘാടനം മാർച്ച് 1-ലേക്ക് മാറ്റുന്നു. ഗുണഭോക്താക്കൾക്ക് നറുക്കെടുപ്പ് നടത്തുന്നു 2026 ഫെബ്രുവരി 20, 22 ഘട്ടങ്ങളിൽ. ഒന്നാം ഘട്ട ഉദ്ഘാടനം 2026 മാർച്ച് 1-ന് നടക്കുന്നു. പക്ഷേ വീട് കൈമാറ്റം നീളുകയാണ്. ആദ്യം പറഞ്ഞത് ഏപ്രിൽ 5-ാം തീയതിയോടെ പരമാവധി വീടുകൾ പണി പൂർത്തിയാക്കുമെന്നാണ്. 34 വീടുകൾ സജ്ജമാണ് എന്നാണ് പറഞ്ഞത്. പ്രത്യേകം മാർക്ക് ചെയ്യണം, സജ്ജമാണ് എന്ന് പറഞ്ഞു. പിന്നെ മാറ്റുന്നത് ഏപ്രിൽ 5-ന് എന്നത് വിഷുവിന് മുമ്പ് എന്നായി. അത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. 178 വീടുകളും വിഷുവിന് മുമ്പ് ഏപ്രിൽ 15-ന് മുൻപ് കൈമാറുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. ഊരാളുങ്കൽ കളക്ടറോട് പറഞ്ഞത് മെയ് 20-ന് മുമ്പ് 178 വീടുകൾ കൈമാറും എന്നുള്ളതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒക്ടോബറോടുകൂടി മുഴുവൻ വീടും, അതായത് 410 വീടുകളും ടൗൺഷിപ്പ് പൂർത്തിയാക്കി നൽകുമെന്നാണ്, ഒക്ടോബറോടുകൂടി എന്നുള്ളതാണ്. ഇങ്ങനെ മാറി മാറി ഓരോരോ മാസങ്ങളിലും നമ്മൾ ഈ വാഗ്ദാനങ്ങൾ സമയം നിശ്ചയിച്ചങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ പണി പൂർത്തിയാകില്ല എന്നുള്ളതാണെങ്കിൽ അത് പറയരുതായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഊരാളുങ്കൽ സിഒയുടെ പ്രതികരണം ഞാനും കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഈ 36 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി പോണ്ടിങ് ടെസ്റ്റ് നടത്തും. അതായത് ചോർച്ചയുണ്ട് എന്ന് സംശയിക്കുന്നിടത്താണ് ആ ചോർച്ച എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി 36 മണിക്കൂറിലേക്ക് വെള്ളം കെട്ടി നിർത്തിയുള്ള പരിശോധന നടത്തുന്നത്. അത് അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാംനെസ് ഉള്ള സ്ഥലത്ത് ക്ലിപ്പ് ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന പൊട്ടലൊക്കെ കുറയാനുള്ള ഫൈബർ ഇടുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്നിടത്താണല്ലോ, പ്രശ്നം കണ്ടെത്തി എന്നുള്ളതാണല്ലോ. ഒരു ചാറ്റൽ മഴയിൽ വെള്ളം ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ നടപടിയെടുക്കുന്നത്. നടപടി എടുക്കേണ്ടതാണ്, അത് ഉറപ്പായിട്ടും അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ ചെയ്യുന്നു. അവർ പറയുന്നുണ്ട് 5 കൊല്ലത്തേക്ക് ഡിഫക്റ്റ് ലയബിലിറ്റി അവർക്കുണ്ട്. അതായത് ഒരു കുഴപ്പമുണ്ടായാൽ 5 വർഷത്തിനടുക്ക് അവർ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. പ്ലാസ്റ്ററുകളിൽ പലയിടത്തും പൊട്ടുന്നുണ്ടെന്ന് പറയുന്നു. അത് റെക്ടിഫൈ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ ഇത് ഈ തൊഴിലാളികളുടെ ഒരു കൺസ്ട്രെയിൻറ്റ് വലിയ പ്രശ്നമാണ്. അപ്പോൾ എപ്പോൾ കൊടുക്കും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് വെയിലും മഴയും രണ്ട് കാലാവസ്ഥയും 2 കാലങ്ങളും കഴിഞ്ഞു പോകണം. ആ 2 കാലങ്ങളും കഴിഞ്ഞ് അതിനെ നേരിടുന്ന രൂപത്തിലാണ് ഈ കെട്ടിടമെന്ന് മനസ്സിലായ ശേഷം അടുത്ത ഘട്ടത്തിലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെയധികം വ്യക്തമായി തന്നെ പറയുന്നു.
കൈമാറിയിട്ടില്ല, അതാണ് പ്രയോഗം. കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതവർ പറയുന്നുണ്ട്, കൃത്യമായി കൈമാറിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും കൂടി നമ്മൾ മാർച്ച് 1 കണ്ട വലിയൊരു ചടങ്ങ്, നമ്മളെല്ലാവരും തത്സമയം കൊടുത്ത ചടങ്ങാണല്ലോ, താക്കോൽ കൊടുക്കുകയാണ് 178 കുടുംബങ്ങൾക്ക്. അവരൊക്കെ തന്നെയും ആ വീട് കിട്ടി എന്ന നിലയ്ക്ക് ഉള്ള സന്തോഷവും മന്ത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വൈകാരികമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ വീട് കിട്ടി എന്നാണ് സാങ്കേതികമായി ഈ പറയുന്ന, നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടസ്സമായി പറഞ്ഞത് വെള്ളവും വെളിച്ചവും, ആ അടിസ്ഥാന പ്രശ്നങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വെള്ളവും വെളിച്ചമുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാമായി എന്നാണ്. ബാക്കിയെല്ലാം ആയിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ഈ ചോർച്ചയൊക്കെ അടച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേയുള്ളൂ. ഈ മാർച്ച് 1 178 വീടുകളെ താക്കോൽ കൊടുക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ വീടുകളെ പൂർണ്ണ രൂപത്തിൽ ആ രൂപത്തിൽ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം തന്നെയായിരുന്നു. അത് പറയുമ്പോൾ ഇത്രയും രോഷം കൊള്ളുകയും വൈകാരികമായി പ്രതികരിക്കും, വൈകാരികമല്ല അതിനെ മോശം ഭാഷയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മന്ത്രിയുടെ വൈകാരിക പ്രകടനം, മന്ത്രി എത്ര വൈകാരികം എന്ന് പറയുന്നത്, അവിടെ പറയുന്ന ഈ ദുരന്ത ബാധിതരോടാണല്ലോ ഈ വൈകാരിക ബന്ധമുള്ളത്. അപ്പോൾ ആ വൈകാരിക ബന്ധം എന്ന് പറയുമ്പോൾ ആ വീട്, ആ നിൽക്കുന്ന വീട്ടിലെ ആളോടും ആ വൈകാരിക ബന്ധമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ആദ്യം ചെയ്യേണ്ടത് ആ വീട് കൊടുത്ത, ആ താക്കോൽ കൊടുത്ത ആളോട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഉടനെ മാധ്യമങ്ങളിലെ വാർത്ത കണ്ട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഫോട്ടോകൾ കണ്ട് അതിന് മറുപടി പറയുകയല്ല. അവിടെയുള്ള ഈ നഷ്ടപ്പെട്ടവരോടാണ് മന്ത്രി മറുപടി നൽകേണ്ട. അവരുമായിട്ടാണ് മന്ത്രിക്ക് ബന്ധവും. ആ ബന്ധം കാരണമാണല്ലോ മന്ത്രി ഓടി വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ മന്ത്രി ഓടി വന്നിട്ട് ആദ്യം ചെയ്ത് അയാളെ കാണാതെ നേരെ പോയി ഈ പറയുന്ന ഈ ഊരാളുങ്കലിലെ എഞ്ചിനീയർമാർ മാർക്ക് ചെയ്ത ഭാഗം മായ്ക്കുകയാണ്. അത് ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ ചിത്രങ്ങളിട്ടവർ കൊണ്ടുപോയി വരച്ചിട്ടതല്ലോ, അല്ലെങ്കിൽ പറയുന്ന ഈ സർക്കാരിനെതിരായ ശത്രുക്കൾ കൊണ്ട് മാർക്ക് ചെയ്തതല്ലോ. അവിടെ ചോർച്ചയുണ്ട്. ചോർച്ച എന്ന് പറയുന്നത് മുകളിലാണ്. ആ മുകളിലെ ഭാഗത്താണ് പോണ്ടിങ്ങിനുള്ള നടപടികൾ ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന വെള്ളം കെട്ടിവെച്ചതായിരിക്കാം. നേരത്തെ ചോർച്ച വന്നുകൊണ്ടേയിരിക്കില്ലല്ലോ. അപ്പോൾ വെള്ളം ഇനി ചോരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പോണ്ടിങ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. 36 മണിക്കൂർ എന്നുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ചുറ്റും അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മാർക്ക് ചെയ്ത സാധനം മായ്ച്ചതുകൊണ്ട് എന്താണ് മന്ത്രി പ്രൂവ് ചെയ്യുന്നത്? ചോർച്ചയേ ഇല്ല എന്ന്. വിള്ളലാണെന്ന് പ്രചാരണമുണ്ടായി. അല്ല, അതിന് മുകളിലാണെന്നേ വിള്ളൽ. മുകളിലാണ് വിള്ളൽ കൊണ്ടാണ് ചോർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിള്ളൽ അടയ്ക്കാനുള്ള നടപടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞു, അവർ ചെയ്യുകയാണ്. പറയട്ടെ, ഞാൻ പൂർത്തിയാക്കി പറഞ്ഞു. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ മാർക്ക് ചെയ്ത കാര്യം പോയി മായ്ക്കുന്നതിലൂടെ എന്താണ് മന്ത്രി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്? അത് ഒരു വല്ലാത്ത മോശം, അതായത് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന ഈ പ്രതികരണങ്ങളോട് മറുപടി നൽകലാണോ ഒരു സർക്കാരിന്റെ പ്രാഥമികമായ കാര്യമുള്ളത്, ഉത്തരവാദിത്തമുള്ളത്? ജനങ്ങളോടാണല്ലോ ഉത്തരവാദിത്തം, ജനങ്ങളോടാണല്ലോ പറയേണ്ടത്. ഈ സമൂഹ മാധ്യമങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളൊക്കെ എത്ര കാര്യം മറുപടി നൽകേണ്ടി വരും? സമൂഹ മാധ്യമങ്ങളിലൂടെ പറയട്ടെ. അപ്പോൾ അത് മന്ത്രി വിശദീകരിക്കണം. മന്ത്രി വിശദീകരിക്കാൻ അവിടെ അദ്ദേഹത്തിന്റെ കൂടെ എഞ്ചിനീയർമാരുണ്ട്, അവരെ കൊണ്ട് വിശദീകരിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ വൈകിയ വേളയിൽ നമ്മളിപ്പോൾ ഊരാളുകളുടെ സിഒയുടെ മുഴുവൻ നീണ്ട ബൈറ്റ് എടുത്തിരിക്കുകയാണല്ലോ. 15 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. ആ ക്ലാരിറ്റി മന്ത്രി വരുത്തണമായിരുന്നേ. അത് മന്ത്രി വരുത്താതെ നേരെ മായ്ക്കാൻ പോകുന്നത് മന്ത്രിയുടെ ചുമതലയല്ല. അത് മന്ത്രി എഞ്ചിനീയർ അല്ല, മന്ത്രിയല്ല അത് ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന ഈ 16 കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട ഈ പറയുന്ന നൗഫൽ എന്ന വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ കോൺഗ്രസ്സുകാരൻ ഈ സർക്കാർ നൽകുന്ന വീടിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നൽകുന്ന പണമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി തരാനിരിക്കുന്ന വീടല്ല വേണ്ടത്, എനിക്ക് ഈ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് സർക്കാരിനെ വിശ്വസിച്ച കോൺഗ്രസ്സുകാരനാണല്ലോ. ആ കോൺഗ്രസ്സുകാരനോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാധു ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞു. മറ്റൊരു കമന്റ് പറഞ്ഞിരിക്കുന്നത് നന്ദി വേണം എന്നുള്ളതാണ്. ഇതാണ് പൊതുവായിട്ടുള്ളൊരു സമീപനം. നന്ദി വേണം. ഈ നന്ദി ആരോടാണ് വേണ്ടത്? അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വം നൽകി നമ്മൾ കൊടുത്തതാണ്. അത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അതാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത്. ഇത് ഔദാര്യമല്ല, അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞിരുന്നു, വീടുകൾ കൈമാറിയിട്ടില്ല. വീട് കൈമാറാതെ ഒരു താക്കോൽ കൊടുക്കൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റണ്ടാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ ഗൃഹപ്രവേശന ആളുകളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശനത്തോട് തീയതി കുറിക്കണമല്ലോ. അത് കുറിക്കാണ്ട് അവരെങ്ങനെ വിളിക്കും? അപ്പോൾ അവരെങ്ങനെയാണ് അവിടെ എത്തിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു. വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് പറയാൻ ഊരാളുകളിന് പരിമിതിയുണ്ട്. ആ പരിമിതി അവിടെ നിൽക്കുമ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സർക്കാർ വിനയത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞങ്ങളിത് നൽകും. ശരിയാണ്, അവിടെ കെട്ടിപ്പൊക്കുന്നുണ്ട്. 410 വീടുകൾ കൊടുത്തേ പറ്റൂ. അതിൽ 299 കോടിയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഊരാളുകളിലെ പൂർത്തിയാക്കിയേ പറ്റൂ. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ അത് പൂർത്തിയായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള മറുപടികളാണ് സർക്കാർ നൽകേണ്ടത്. അതല്ലാതെ ചുറ്റും ശത്രുക്കളാണെന്നും ഈ ശത്രുക്കളോട് ഞങ്ങൾ മറുപടിയല്ല ഈ രൂപത്തിലാണ് പ്രതികരിക്കുക എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല.